മാനേജ്മെന്റ് സ്റ്റഡീസ് ആണ് കൂടുതൽ. ഇപ്പോൾ മെക്കാനിക്കലി പോയാലും കുറേ ടഫുണ്ട്, ഇലക്ട്രിക്കലാണേലും ഭയങ്കര ടഫാണ്. സിവില് എൻ്റെ വാപ്പ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഇത് നോക്കുമ്പോൾ ഉള്ളതിൽ പലരോടും ചോദിച്ചപ്പോൾ ഏറ്റവും സ്വസ്ഥമായിട്ട് പഠിച്ച് രക്ഷപ്പെട്ട് പോരാൻ പറ്റിയത് അതാന്ന് മനസ്സിലായപ്പം പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എടുത്തു. അടിപൊളി. ഇവിടെ നല്ല രീതിയിൽ തന്നെ അത് ഇതായി. അതെ, സബിനെ ഒരു വർഷം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. അന്ന് ഞങ്ങൾ വാഷ് ഔട്ട് ആവുമെന്ന് പറയുന്നത്. അപ്പോൾ 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണതിന് പകരം 5 വർഷം എടുത്തു. അത്രേ ഉള്ളൂ. ഒരു വർഷം പുറത്തിരുന്നു. അത് എന്തിനാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ പഠിച്ചു കയറി പോരാവുന്നേ ഉള്ളൂ. പക്ഷെ ആ പുറത്തിരിക്കുന്നതിൻ്റെ ഒരു രസവും കൂടെ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഫ്രണ്ട്സ് ആണല്ലോ തീരുമാനിക്കുന്നത്. നമ്മളപ്പോൾ നമ്മുടെ കൂടെയുള്ളവരൊക്കെ പലരും ഇങ്ങനെ പോകുന്നു, എന്നാൽ പിന്നെ അവരുടെ കൂടെ അപ്പോൾ വാഷ് ഔട്ട് ആകുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ പുറത്ത് പോയി താമസിക്കും. അപ്പോൾ അതൊരു കാരണമാക്കി ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്ത് താമസിക്കുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു വിഷമമൊക്കെ മാറി. ഇപ്പം എങ്ങനെയും പഠിച്ച് കയറി പോന്നാൽ മതി എന്നായി. അപ്പം പക്ഷേ എൻ്റെ ലൈഫിൽ ഒരു ഒന്ന് സ്കൂള് ഞാനിതേ പറഞ്ഞ പോലെ ബോർഡിങ്ങിലായിരുന്നു. വടവുകോട് രാജർഷി ഒരു ഗവൺമെൻറ് സ്കൂളായിരുന്നു. അവിടെ ബോർഡിങ്ങിലായിരുന്നു. അതും പിന്നെ ഈ എഞ്ചിനീയറിംഗ് കോളേജ് ലൈഫുമാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ മോൾഡ് ചെയ്തെടുക്കുന്നത് ഭയങ്കരമായിട്ട്. ഇന്നും നമുക്ക്, കാരണം നമ്മളെല്ലാത്തിനും അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. കുറേ ബോർഡിങ്ങിലാണെങ്കിലും ഒരു തറവാട് പോലത്തെ വീട്ടിലാണ് എല്ലാവരും കൂടെ. അപ്പോൾ സ്വന്തം നമ്മുടെ കാര്യങ്ങൾ ചെയ്യണം, വെളുപ്പിന് അപ്പോൾ സ്ട്രിക്റ്റ് ആയിരുന്നു. കൂട്ടുകുടുംബമായിരുന്നു. ഒരു കൂട്ടുകുടുംബം പോലെയാണ്. പല ബാച്ചിൽ 8, 9, 10 അവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കണം, അലക്കണം, ലിമിറ്റഡ് ഫുഡ് ഓരോ ടൈമിങ്ങിൽ, വീട്ടിൽ കിടക്കണം, അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. അപ്പോൾ നമ്മളത് എന്തിനെ നമുക്ക് തരണം ചെയ്യാനുള്ള ഒരു